ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ദിയ കൃഷ്ണൻ്റെ ഒരു ലേറ്റസ്റ്റ് ന്യൂസ് ഉണ്ടായിരുന്നു. അതിനെപ്പറ്റിയൊന്നും എനിക്ക് സംസാരിക്കാൻ തോന്നി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ദിയ കൃഷ്ണ ആരാന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാം. നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു ആക്ടറിനെ എല്ലാവർക്കും അറിയാമായിരിക്കും. BJP നേതൃത്വത്തിൽ മത്സരിക്കുന്ന ഒരു BJP സ്ഥാനാർത്ഥിയാണ് നമ്മുടെ കൃഷ്ണകുമാർ. അതുകൂടാതെ പുള്ളിക്കാരൻ ഒരു ആക്ടർ കൂടിയാണ്. ജയിക്കാറൊന്നുമില്ലെങ്കിലും എല്ലാ വർഷവും സ്ഥിരമായിട്ട് മത്സരിക്കാറുണ്ട്. അപ്പോൾ പുള്ളിക്കാരന് 4 പെൺകുട്ടികളാണുള്ളത്. അതിൽ രണ്ടാമത്തെ മകളാണ് ദിയ കൃഷ്ണ. ഇതാണ് ആൾ. അപ്പോൾ ദിയ കൃഷ്ണനെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും പുള്ളിക്കാരൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. മുന്നേ ഒരു കാമുകൻ ഉണ്ടായിരുന്നു, വൈഷ്ണവ് എന്നായിരുന്നു പേര്. കുറച്ച് കാലം ഡേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. റീലിടലും ഡാൻസ് ഇടലും ഫുഡ് കഴിക്കലും യാത്ര പോകലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ കുറേയൊക്കെ ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയാസിൽ. അപ്പോൾ ആ ഒരു പയ്യനുമായിട്ടുള്ള ബ്രേക്കപ്പിന് ശേഷമാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് അശ്വിൻ ഗണേഷ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനുമായിട്ട് റിലേഷൻഷിപ്പിലാവുകയും ഏകദേശം കല്യാണത്തോട് എത്തി നിൽക്കുന്നു. കല്യാണം ആകാനായി. അതിൻ്റെ സ്വർണ്ണം എടുക്കലും സാരി എടുക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലൊക്കെ പോകുന്ന ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഈ പുള്ളിക്കാരി എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് മുന്നേ ഹണിമൂണിന് പോയതുകൊണ്ട് എന്താണ് കുഴപ്പം, പരസ്പരം എല്ലാം അറിഞ്ഞതിന് ശേഷം ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ കല്യാണം കഴിക്കുന്നത് നല്ലതെന്നുള്ളൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പെരുമ്പാവൂർ ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിനകത്ത് വന്നൊരു ന്യൂസാണ് കാണിക്കാം. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് പ്രത്യേകിച്ച് ഈ ദിയ കൃഷ്ണയോടൊന്നും പറയാനൊന്നുമില്ല. കാരണം അത് പുള്ളിക്കാരൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. അവരിപ്പോൾ കല്യാണത്തിന് മുന്നേ ഡേറ്റ് ചെയ്യുകയോ ഹണിമൂണിന് പോവോ ഡ്രസ്സ് എടുക്കുകയോ ഫുഡ് കഴിക്കുകയോ ഡാൻസ് കളിക്കുകയോ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, അതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സെലിബ്രിറ്റീസിനല്ലെങ്കിലും കുറച്ച് മോഡേൺ കൾച്ചർ, നമ്മുടെ യൂറോപ്യൻ കൾച്ചർ നമ്മുടെ കേരളത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് താല്പര്യം കൂടുതലുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും പറയാൻ ഞാനിവിടെ റെഡിയല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഒരു പോസ്റ്റും ഇവരുടെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ദിയ കൃഷ്ണനെ ന്യൂ ജനറേഷൻ പിള്ളേരോടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ദിയ കൃഷ്ണയൊക്കെ സെലിബ്രിറ്റീസാണ്, കാശുണ്ട്, യൂട്യൂബ് വരുമാനവും, അതുപോലെ തന്നെ ഒരു സിനിമാക്കം പൊളിറ്റീഷ്യൻ്റെ ഒരു മകളാണ്. അപ്പോൾ അവർക്കൊക്കെ 10 പേരുടെ കൂടെ പോയാലും 20 പേരുടെ കൂടെ പോയാലും ഇനി കല്യാണത്തിന് മുന്നേ ഹണിമൂൺ നടത്തി അതിനി ആ കല്യാണം നടന്നില്ലെങ്കിലും അവർക്ക് ലൈഫിൽ പ്രത്യേകിച്ച് ഒരു കാര്യവും സംഭവിക്കാൻ പോകുന്നില്ല. ജസ്റ്റ് നമ്മുടെ ഒരു മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്ന പോലെ അവർക്കുള്ളൂ. അടുത്ത മുടി അവർക്ക് കിളുത്ത് വരും, അത്രയേ ഉള്ളൂ അവരുടെയൊക്കെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ അതല്ല. സാധാരണക്കാരായ ആൾക്കാരുടെ മക്കൾക്ക് ഇങ്ങനെ സംഭവങ്ങളൊന്നും ചെയ്യുന്നതിനോട് എനിക്കത്ര യോജിപ്പില്ല. കാരണം നിങ്ങളിപ്പോൾ പറയുമായിരിക്കും ദിയ കൃഷ്ണ അത് ചെയ്തു, അല്ലെങ്കിൽ അശ്വിൻ ഗണേഷ് ഇങ്ങനെ ചെയ്തു. ദിയ കൃഷ്ണ കല്യാണത്തിന് മുന്നേ ഹണിമൂണ് പോയി, ടൂറ് പോയി, പാർക്കിൽ പോയി, തായ്ലൻഡിൽ പോയി, സ്വിറ്റ്സർലാൻഡിൽ പോയി, അതുപോലെ മൂന്നാറിൽ റിസോർട്ടിൽ പോയി. ഇതൊക്കെ ദിയ കൃഷ്ണയ്ക്ക് ചെയ്യാൻ കൊള്ളാം. അത് കണ്ടിട്ട് നമ്മൾ ഒരു ഡയലോഗ് പറയാറില്ല, ഒരു പഴഞ്ചൊല്ലുണ്ട്, ആന അപ്പിടുന്ന കണ്ടിട്ട് നമ്മൾ അപ്പിടാൻ നിൽക്കരുത്. അതുപോലെ ദിയ കൃഷ്ണ ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യാൻ നിൽക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മളിപ്പോൾ ഉള്ള സാധാരണക്കാരായ ആൾക്കാരുടെ മക്കൾക്ക് ഒരു കല്യാണത്തിന് മുന്നേയുള്ള ഹണിമൂണും അതുപോലെ കല്യാണത്തിന് മുന്നേ ചെറുക്കൻ്റെ വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഒരു വീട് കാണാൻ പോകുന്നതൊക്കെ ഓക്കെ. അതല്ലാതെ കല്യാണത്തിന് മുന്നേ ചെറുക്കൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ കിടന്ന് മേയുക, ഫുഡ് കഴിക്കുക, അമ്മയെ വ്ളോഗിൽ കാണിക്കുക, അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കാണുന്ന എല്ലാവർക്കും അറിയാം. ആ പെണ്ണ് 24 മണിക്കൂറും ഈ അശ്വിൻ ഗണേഷിൻ്റെ വീട്ടിൽ തന്നെയാണ്. കുറ്റപ്പെടുത്തുന്നില്ല, അതൊക്കെ അവളുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. ഞാൻ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ മക്കളോടാണ് പറയുന്നത്. അപ്പോൾ ഇവരിതൊന്നും കാണിക്കുന്നുണ്ട് നമ്മൾ തുള്ളിയിട്ട് കാര്യമില്ല. കാരണം നമുക്കൊക്കെ ആകെ ഒരു ലൈഫേ ഉള്ളൂ. ഒരു ലൈഫ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്തൊരു ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരായ ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് അത്രത്തോളൊന്നും പോസിബിൾ അല്ല. നമുക്കൊരു വേദനാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു പാർട്ട്ണർ നഷ്ടപ്പെട്ടിട്ട് അടുത്തൊരു പാർട്ട്ണറെ സംഘടിപ്പിക്കുക അല്ലെങ്കിൽ അടുത്തൊരു പാർട്ട്ണറുടെ ലൈഫിലോട്ട് പോകുക എന്ന് പറയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ കടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റിസ്ക്കാണ് നമുക്ക്. അതുകൊണ്ട് ഒറ്റ ജീവിതമേ ഉള്ളൂ. ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുക, അടിപൊളിയായിട്ട് ജീവിക്കുക, കല്യാണത്തിന് ശേഷം മാത്രം എല്ലാം എൻജോയ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത്. ബൈ.